ഇണകളാണ്, പരസ്പരം ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഇണക്കത്തോടൊപ്പം ഒരുപക്ഷെ പിണക്കങ്ങളും ഉണ്ടായേക്കാം. അവിടെയും കാണിക്കുകയാണ് ദീന് വലിയ മാതൃക. പിണക്കങ്ങൾക്കൊടുവിൽ നിങ്ങളിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലില്ലേ അഭിപ്രായ വ്യത്യാസം? രണ്ട് മനുഷ്യരാണ്, രണ്ട് ഐഡിയോളജീസ് ഉള്ള ആളുകളാണ്, രണ്ട് ചിന്തകളുള്ള മനുഷ്യരാണ്. ഒരുപക്ഷെ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് പിണക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറയുമ്പോൾ അവിടെ തോറ്റുകൊടുക്കാനുള്ള ബുദ്ധിയാണ് ഉണ്ടാവേണ്ടത്. ഇന്ന് ആർക്കും ഇല്ലാത്തത് അല്ലേ? ക്ഷമയാണ്, തോറ്റുകൊടുക്കാനുള്ള ബുദ്ധിയാണ് ആർക്കൊന്നും ഇല്ലാത്തത്. ഞാൻ തോൽക്കൂല, ആദ്യം മൂപ്പര് മിണ്ടട്ടെ, ആദ്യം ഓള് മിണ്ടട്ടെ. ഈ വാശിയിൽ നിൽക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വാങ്ങുന്നത് ന്യൂലി മാരേജ് കഴിഞ്ഞ ആളുകളാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയമായിട്ടുണ്ടാവുള്ളൂ, 1-2 വർഷത്തിനിടയിൽ തന്നെ ഡിവോഴ്സ് ആവാണ്. കാരണം എന്താ? ക്ഷമയില്ല, തോറ്റുകൊടുക്കാനുള്ള മനസ്സില്ല. ഞാൻ തോൽക്കൂല, ഞാൻ ജയിച്ചേ നിൽക്കുകയുള്ളൂ എന്ന ബുദ്ധി മനുഷ്യരാണ്.